ഹലോ ഫ്രണ്ട്സ്, PSC കോച്ചിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്ന ഒരു ചെറിയ മേഖലയാണ് നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ്. മെറ്റലോ ആസിഡോ ഒക്കെ നിർമ്മിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിന് ഓരോ പേരുകളാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഓരോ മെറ്റലിൻ്റെയോ മൂലകങ്ങളോ അല്ലെങ്കിൽ ആസിഡുകളോ ഉണ്ടാക്കുന്ന ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഏതൊക്കെയാണ്, അതിനെന്താ വിളിപ്പേരെന്താണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്റ്റീലിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ബെസീമർ പ്രക്രിയ. സ്റ്റീലിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ബെസീമർ പ്രക്രിയ. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ. നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ഓസ്റ്റ് വോൾഡ് പ്രക്രിയ. നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ഓസ്റ്റ് വോൾഡ് പ്രക്രിയ. നോബിൾ മെറ്റൽസ് ആയിട്ടുള്ള സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയുടെ നിർമ്മാണ പ്രക്രിയയാണ് സയനൈഡ് പ്രക്രിയ. നോബിൾ മെറ്റൽസ് ആയിട്ടുള്ള സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയുടെ മാനുഫാക്ചറിങ് മെത്തേഡാണ് സയനൈഡ് പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് കോണ്ടാക്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പ്രോസസ്സ്. ലെഡ് ചേംബർ പ്രോസസ്സ് എന്നും സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ് അറിയപ്പെടുന്നുണ്ട്. ഹൈഡ്രജൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ബോഷ് പ്രക്രിയ. ക്ലോറിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ഡീക്കൻസ് പ്രക്രിയ. അപ്പോൾ ഡീക്കൻസ് പ്രക്രിയ എന്നറിയപ്പെടുന്നത് ക്ലോറിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ്. ഡൗൺസ് പ്രക്രിയ എന്ന് അറിയപ്പെടുന്നത് സോഡിയത്തിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ്. സോഡിയത്തിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ഡൗൺസ് പ്രക്രിയ. മഗ്നീഷ്യം അല്ലെങ്കിൽ ബ്രോമിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ഡൗ പ്രക്രിയ. ഡൗ പ്രക്രിയ എന്ന് അറിയപ്പെടുന്നത് മഗ്നീഷ്യം അല്ലെങ്കിൽ ബ്രോമിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ്. അലുമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹോൾ ഹെറാൾഡ് പ്രോസസ്സ് എന്നാണ്. അലുമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹോൾ ഹെറാൾഡ് പ്രോസസ്സ് എന്നാണ്. ഹൂസ് പ്രോസസ്സ്, ബെയർ പ്രോസസ്സ്, വാണ്ടർമാൻ പ്രോസസ്സ് എന്ന പ്രോസസ്സുകളും അലുമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയായിട്ട് പറയുന്നത്. ഹൂപ്സ് പ്രോസസ്സ്, ബെയർ പ്രോസസ്സ്, വാണ്ടർമാൻ പ്രോസസ്സ് എന്ന പ്രക്രിയകളും അലുമിനിയത്തിൻ്റെ തന്നെയാണ്. സൾഫറിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ക്ലോസ് പ്രക്രിയ അല്ലെങ്കിൽ ഫ്രാഷ് പ്രക്രിയ. സൾഫറിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ക്ലോസ് പ്രക്രിയ അല്ലെങ്കിൽ ഫ്രാഷ് പ്രക്രിയ. സമുദ്രജലത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ അറിയപ്പെടുന്നത് സ്വേദനം. സമുദ്രജലത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ അറിയപ്പെടുന്നത് സ്വേദനം. നിക്കലിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് മോൺസ് പ്രോസസ്സ്. നിക്കലിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് മോൺസ് പ്രക്രിയ. ടൈറ്റാനിയത്തിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ക്രോൾ പ്രക്രിയ അല്ലെങ്കിൽ ഹണ്ടർ പ്രക്രിയ. ടൈറ്റാനിയത്തിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ക്രോൾ പ്രക്രിയ അല്ലെങ്കിൽ ഹണ്ടർ പ്രക്രിയ. ആൽക്കഹോളിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ് അറിയപ്പെടുന്നത് ഓക്സോ പ്രക്രിയ. ഓക്സോ പ്രക്രിയ എന്നറിയപ്പെടുന്നത് ആൽക്കഹോളിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ്. അസ്കോർബിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ് അറിയപ്പെടുന്നത് റിച്ചസ്റ്റൈൻ പ്രക്രിയ. അസ്കോർബിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ് അറിയപ്പെടുന്നത് റിച്ചസ്റ്റൈൻ പ്രക്രിയ. വെള്ളിയുടെ മാനുഫാക്ചറിങ് മെത്തേഡ് അറിയപ്പെടുന്നത് പാർക്സ് പ്രക്രിയ. പാർക്സ് പ്രക്രിയ എന്നതാണ് വെള്ളിയുടെ മാനുഫാക്ചറിങ് മെത്തേഡ്. സോഡിയം കാർബണേറ്റിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ലെബ്ലാങ്ക് പ്രക്രിയ അല്ലെങ്കിൽ സോൾവേ പ്രക്രിയ. സോഡിയം കാർബണേറ്റിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ലെബ്ലാങ്ക് പ്രക്രിയ അല്ലെങ്കിൽ സോൾവേ പ്രക്രിയ. ഗ്ലാസിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് പിൽക്കിങ്ടൺ അല്ലെങ്കിൽ ഫ്ലോട്ട് പ്രക്രിയ. ഗ്ലാസിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് പിൽക്കിങ്ടൺ അല്ലെങ്കിൽ ഫ്ലോട്ട് പ്രക്രിയ. ഇരുമ്പിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ബ്ലാസ്റ്റ് ഫർണസ് അല്ലെങ്കിൽ ഓപ്പൺ ഹാർത്ത്. ഇരുമ്പിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ബ്ലാസ്റ്റ് ഫർണസ് അല്ലെങ്കിൽ ഓപ്പൺ ഹാർത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ലൈക്കും കമൻസും എല്ലാം രേഖപ്പെടുത്തുക. അടുത്ത പുതിയ ക്ലാസ്സുമായി ഉടനെ വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം PSC കോച്ച്.